കണക്ക് ചോദിക്കുമ്പോൾ എന്റെ അഭിപ്രായം റിസർവ് ചെയ്യുന്നു എന്നാണ് PC ജോർജ് പറയുന്നത്. അല്ല, യഥാർത്ഥത്തിൽ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ അനുമാനം വേറൊരു രീതിയിലാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, ഈ അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടുത്ത് നിന്ന് നിയമോപദേശം തേടിയതൊക്കെ നികേഷ് പറഞ്ഞത് ശരിയാണ്. ഇത് ബാർ തുറന്നു കൊടുക്കണം, 418 ബാറും തുറന്നു കൊടുക്കണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും മധ്യമന്ത്രിയുടെയും താല്പര്യം. അതിനുവേണ്ടിയാണ് അവർ ഈ അഭ്യാസമൊക്കെ ചെയ്തത്. അതിൽ യാതൊരു സംശയമില്ല. അവരുടെ രീതികൾ അറിയാവുന്നവർക്ക് ഒരു അത്ഭുതത്തിനും അവകാശമില്ല. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് ഇടങ്കോലിട്ടത് KM മാണിയല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അജയ് തറയിലിൻ്റെ നമ്മുടെ എല്ലാവരും കണ്ണിലുണ്ണിയായ VM സുധീർ. ബാറുകാർക്ക് ആരോടെങ്കിലും ഒരാളോട് വിരോധം ഉണ്ടാവണമെങ്കിൽ VM സുധീറിനോടാണ്. VM സുധീറിനെ വകവരുത്താൻ വേണ്ടി അവർ കാനാടി ചാത്തൻ്റെ അവിടെ വഴിപാട് കഴിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊക്കെ പോട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും വിരോധം ഉണ്ടാകേണ്ടത് സുധീർ. പൈസ കൊടുത്തു, സുധീറിന് പൈസ കൊടുത്തു ആരും വിശ്വസിക്കില്ല. സുധീറിനെതിരെ ക്യാമ്പയിൻ നടത്തിയിരുന്നു. മദ്യപാനിയാണെന്ന് അതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സുധീറിനെ പറ്റി എന്ത് പറഞ്ഞാലും ശോഭിക്കില്ല. ഇവിടെ മാണിയോട് വിരോധമായത് ഇതുകൊണ്ടല്ല. പണം വാങ്ങിയത് ഈ കോൺഗ്രസിലെ A ഗ്രൂപ്പുകാരാണ്. PC ജോർജ് പറഞ്ഞത് ശരിയാണ്. ബാറിന്റെ കാര്യത്തിലാണ്ടോ നമ്മൾ KM മാണി പണം വാങ്ങിയില്ലെന്നല്ല പറയും. ഈ 19 കോടി അല്ലെങ്കിൽ 20 കോടിയും മേടിച്ചത് കോൺഗ്രസിലെ A ഗ്രൂപ്പുകാരാണ്. ബാർ തുറന്നു കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തു അവരാണ്. ആഗസ്റ്റ് 14-ാം തീയതി ഇടക്കാല ഉത്തരവുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് ആലുവയിലുള്ള ബാറുകൾ ഞാൻ ഇപ്പോൾ ഒന്നേ കാണിച്ചു തരാം. നവരത്ന ബാർ, അലങ്കാർ ബാർ, മാഞ്ഞൂർ ആൻഡ് ടൂറിസ്റ്റ് ഹോം, എല്ലാവരും നിലം കുത്തിപ്പൊളിച്ച് ടൈൽസ് ഇട്ടല്ലോ. പിന്നെ ടോയ്ലറ്റുകളൊക്കെ വൃത്തിയാക്കിയല്ലോ. ഡിസ്റ്റംബർ അടിച്ചല്ലോ ഭിത്തിയിൽ. ചിലരൊക്കെ റോസച്ചെടികൾ മുമ്പിൽ വെച്ച് പിടിപ്പിച്ചല്ലോ. ഈ എക്സൈസ് കമ്മീഷണറും നികുതി വകുപ്പ് സെക്രട്ടറി കൂടി പരിശോധന നടത്തുമ്പോൾ ഇത് പുതിയ ബാറാണ്, ഇതിലെ നിലവാരം മെച്ചപ്പെട്ടു എന്ന് കാണിക്കാൻ. ഇതൊക്കെ ചെയ്ത് ഇവരുടെ താല്പര്യപ്രകാരമാണ്, A ഗ്രൂപ്പുകാരുടെ താല്പര്യപ്രകാരമാണ്. ഇതൊന്നും നടന്നില്ല. നടക്കാഞ്ഞത് സുധീരന്റെ കടുപ്പിടുത്തം കൊണ്ടും പിന്നെ കത്തോലിക്ക സഭ മുതലായ ആളുകളുടെ ശക്തമായ നിലപാട് കൊണ്ടുമാണ് നടക്കാതെ പോയത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. KM മാണിക്കെതിരെ KM മാണി ഇടതുപക്ഷത്തേക്ക് പോകാൻ പോകുന്നു എന്ന് വന്നപ്പോൾ ഈ ബാറുകാരെ ഉപയോഗിച്ച് ബിജു രമേശിനെ മുന്നോട്ട് കൊണ്ടുവന്നാണ്. എന്തിനു വേണ്ടി? KM മാണിയെ മോശക്കാരനാക്കാൻ വേണ്ടി. രാഷ്ട്രീയ കൂടാലോചനയുള്ളത് PC ജോർജ് പറഞ്ഞത് ഇതുകൊണ്ടാണ്. PC ജോർജ് പറഞ്ഞത് ഞാൻ എത്രയോ തവണ പറഞ്ഞു. PC ജോർജിന് പറയുന്നതിന് പരിമിതി ഉണ്ട്. അദ്ദേഹം ചീഫ് വിപ്പാണ്. എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് പറയാം. യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ 1 കോടി രൂപ പറഞ്ഞ് KM മാണിയെ മോശക്കാരനാക്കുക, അദ്ദേഹത്തെ താറടിക്കുക, ബ്ലാക്ക് മെയിലിംഗ് ആണ് നടക്കുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരാൾ പോയി പറയുന്നു മാണി സാറ് രാജിവെക്കണ്ട എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും നല്ല നടന്മാരാണ്. ഈ രമേശ് പറഞ്ഞ ഒരു കാര്യം കേട്ടോ, മാണി സാറ് സേഫാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിച്ച് സുരക്ഷിതമാണെന്നല്ല. മാണി സാറും പണവും പണ്ടവും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സേഫ് പറഞ്ഞു മനസ്സിലായോ? എന്റെ നികേഷ് വെറുതെ കോട്ട് വിട്ട് കഴുത്തിൽ കണ്ടകൗപീറും കെട്ടി ഇതിനെ നടുക്കിരുന്നാൽ പോരാ. നിങ്ങൾക്ക് ബുദ്ധി വേണം. ബുദ്ധി സേഫാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണം സൂക്ഷിക്കുന്ന സേഫാണെന്നാണ്. മനസ്സിലായി? അതാണ് രമേശ് പറഞ്ഞത്. ഇനിയിപ്പോൾ മാണി സാറ് കിടന്നു അപ്പം പുതപ്പിക്കാന്നാണ് ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞത്. മാണി സാറെ ഒന്നും പേടിക്കേണ്ട, ക്വിക്ക് വെരിഫിക്കേഷൻ ഇത് കഴിഞ്ഞാൽ കഴിച്ചു. അത് ഇപ്പോൾ FIR ആയി, ഇനി കുറ്റപത്രവും. ഇനി കുറച്ച് കഴിയുമ്പോൾ സാറെ കമ്പി പിടിച്ചോ, ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയും. കാരണം എന്താ? അതാണ് കോൺഗ്രസ്. നിങ്ങൾ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയും പഠിച്ചിട്ടില്ല. അജയ് തറയിൽ പാവം, അദ്ദേഹം പറഞ്ഞ ന്യായമായിട്ടുള്ള കാര്യങ്ങളെ KPCC എക്സിക്യൂട്ടീവുകൾ നടന്ന കാര്യം മാത്രമേ അജയൻ അറിയാവൂ. അജയൻ അത്ര അറിയേണ്ട ആവശ്യമുള്ളൂ. അദ്ദേഹം KPCC വക്താവാണ്, ഗവൺമെന്റ് വക്താവല്ല. PC ജോർജിന് ഇത് അറിയാം, പക്ഷെ പറയാൻ പറ്റൂല. സത്യം ഇതാണ്. ഇവിടെ മാണി 1 കോടി വാങ്ങിച്ചോ ഇല്ല എന്നുള്ളതല്ല പറഞ്ഞത്, മേടിച്ച് കാണാൻ സാധ്യതയുണ്ട്. അത് ബിജു രമേശ് ഇന്നലെ പറഞ്ഞത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് മേടിച്ചെന്ന് അറിയും. ബിജു രമേശ് പറഞ്ഞെന്താ വെച്ചാൽ, ജ്വല്ലറിക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു, ക്വാറിക്കാരുടെ അടുത്ത് വാങ്ങിച്ചു, ബേക്കറിക്കാരുടെ അടുത്ത് നിന്ന് മേടിച്ചു, മൈദയുടെ 4% ഉണ്ടായിരുന്ന തീരുവ എടുത്തു കളഞ്ഞു, പൂജ്യമാക്കി. മൈദ മനുഷ്യർക്ക് കഴിക്കുമ്പോൾ ആരോഗ്യത്തിന് പറ്റില്ല. മൈദ പോസ്റ്റ് ഒട്ടിക്കാൻ നല്ല സാധനമായതുകൊണ്ടാണ്. പോസ്റ്റ് ഒട്ടിക്കലാണല്ലോ മൈദയുടെ യഥാർത്ഥമായ പർപ്പസ്. പിന്നെ ചില ആൾക്കാർ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഇതാണ് അത് വയറ്റിൽ കിടന്നുമ്പോൾ പോസ്റ്റർ പോലെ ഒട്ടും. ഞാൻ പറഞ്ഞത് അതുപോലെയാണ് ഈ ബാറുകാരുടെ അടുത്ത് നിന്ന് മേടിച്ചത്. ഈ കാശ് മേടിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞ്, മേടിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. മേടിച്ചത് ഈ ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാനും പിന്നെ ഇതുണ്ടല്ലോ ബഡ്ജറ്റ് വിൽപ്പന. കറക്റ്റ്, സുനിൽ കുമാർ പറഞ്ഞ ബഡ്ജറ്റ് വിൽപ്പനയാണ്. ടേൺ ഓവർ ടാക്സ് കൂട്ടാതിരിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ പടിയാണ്. അത് ഇക്കൊല്ലം മാത്രമല്ല, കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം, അതിന് മുമ്പത്തെ കൊല്ലം മേടിച്ചിട്ടുണ്ട്. അടുത്ത കൊല്ലം കൂടി മാണി സാറ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും, അടുത്ത കൊല്ലം മേടിക്കും. സത്യത്തിലുണ്ടായ സംഭവം ഇതാണ്. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ഞാൻ 1 കോടി മേടിച്ചത് ടേൺ ഓവർ ടാക്സ് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നും അല്ലാതെ ബാറിന്റെ പുതുക്കലുമായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്നും പുള്ളിക്ക് പറയാൻ പറ്റില്ല. പുള്ളി ഇപ്പോൾ ആപ്പിലായിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കക്ഷത്തിലാണ് KM മാണിയുടെ കഴുത്തിരിക്കുന്നത്. ആ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റില്ലേ, മുഖം കണ്ടാൽ നമുക്ക് വിഷമം തോന്നും. അത് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. സത്യത്തിലുണ്ടായിട്ടുള്ള കാര്യം ഇതാണ്. ആ പാവത്തിനെ ക്രൂശിക്കുകയാണ്. ക്രൂശിക്കുക വെച്ചാൽ അദ്ദേഹം കാശ് മേടിച്ചില്ല എന്നല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ പണം മേടിച്ചത് ഈ നേരത്തെ പറഞ്ഞ യോഗ്യന്മാരാണ്. 20 കോടി പിരിച്ചിട്ടുണ്ടെങ്കിൽ 19 കോടി അവർ മേടിച്ചിട്ടുണ്ട്. അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യം. അങ്ങനെയാണോ? പക്ഷേ അജയ് തറയിൽ അത് ആ സാഹചര്യത്തിനനുസരിച്ച് എഴുതുന്നതാണ്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അതിൻ്റെ കണ്ടന്റ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ UDF തുടരാനാണെങ്കിൽ
കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. LDF-ലേക്കാണ് പോകുന്നതെങ്കിൽ ഉമ്മൻചാണ്ടിയും കെ ബാബുവിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാമെന്ന്. പക്ഷേ LDF എന്നൊരു സാധ്യത കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നില്ല എന്ന് ഇന്നത്തെ നിയമസഭാ പ്രൊസീഡിങ്സ് കണ്ട എല്ലാവർക്കും അറിയാം. അല്ല, LDF എന്നുള്ള സാധ്യത അല്ലെങ്കിലും ഇല്ല. LDF-ലേക്ക് മാണി വരുന്ന പ്രശ്നം പുതുക്കുന്നില്ല. അങ്ങനൊരു പ്രശ്നം നേരത്തെ ചർച്ചയിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചർച്ചയിലില്ല. ഇനി അത് ഒരിക്കലും സാധ്യമാകുകയുമില്ല. ഇനിയിപ്പോൾ സംഭവിക്കാവുന്നതെന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അപമാനം സഹിച്ച് UDF-ൽ തുടരുക എന്നുള്ളതാണ്. KM മാണി എത്ര ദിവസം അദ്ദേഹത്തിന് പിടിച്ചേക്കാൻ പറ്റും ഇതുപോലൊരു വലിയ വിവാദം ഉണ്ടാകുമ്പോൾ? സത്യത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചെയ്യുന്നത് മാണി സാറേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ 2-3 ദിവസം കൂടി നടത്തി അദ്ദേഹത്തെ കൂടുതൽ അവഹേളിതനാക്കി അദ്ദേഹത്തെ കൊണ്ട് നാണം കെടുത്തി രാജിവെപ്പിക്കുക എന്നുള്ള ഉദ്ദേശം, അതാണ് അവർ ചെയ്യാൻ പോകുന്നത്. വളരെ അപമാനിതനായി പടിയിറങ്ങേണ്ട അവസ്ഥ വരും. കുഞ്ഞാലിക്കുട്ടിക്ക് പറ്റിയത് ഓർമ്മയില്ലേ? കൃത്യം 10 കൊല്ലമായി 2004 ഒക്ടോബർ 24 റജീന പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഡിസംബർ 26 സുനാമി അടിച്ച ദിവസമാണ് കുഞ്ഞാലിക്കുട്ടി രാജിവെക്കുന്നത്. 2 മാസം അദ്ദേഹം രാജിവെക്കാതെ പിടിച്ചു നിന്നു. പഴുപ്പള ചക്ക കാക്ക കൊത്തുന്ന പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പതനം. ഓർമ്മയില്ലേ? പഴുപ്പളാവുമ്പോൾ ചക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും എടുക്കില്ല, അതിന് വിലയില്ല, സ്വാദ് കുറവായതുകൊണ്ട്. അവിടെ നിന്ന് കാക്ക കൊത്തും, പിന്നെ അണ്ണാൻ തുരക്കും, പിന്നെ മഴ പെയ്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് ചക്കക്കൂരും മുളയ്ക്കും. അവസാനം ഇത് ഇടിഞ്ഞു പൊളിച്ച് താഴ്ത്ത് വീണ്ട് നിലത്ത് കിടന്ന് ഈച്ചാർക്കും. ആ അവസ്ഥയിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പതനം. അതേ പതനമാണ് പാവം മാണിക്കുണ്ടാകാൻ പോകുന്നത്. അതേ ഇന്ന് രാജിവെക്കുകയാണെങ്കിൽ അത്ര അപമാനം കുറയും. ഇത് ദിവസം ചെല്ലുന്തോറും അദ്ദേഹത്തിന്റെ സ്ഥിതി ദയനീയമായിക്കൊണ്ടിരിക്കണം. അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല, ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി ബിരുദന്മാരാണ്. അവര് അദ്ദേഹത്തിന്റെ പതനം ദയനീയമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. അദ്ദേഹത്തോട് ആ പൊന്നു മാണിസാറെ രാജിക്കത്ത് എഴുതി തന്നേക്കെന്ന് പറഞ്ഞാൽ പുള്ളി രാജിവെക്കും. ഒരു പ്രയാസമുള്ള കാര്യമല്ല, അത് ചെയ്യില്ല. അത് അദ്ദേഹത്തെ പരമാവധി അപമാനിച്ച് അവഹേളിച്ച് നാറ്റിച്ച് പുറത്തിറക്കി വിടണം. ഇതാണ് ഇവരുടെ പരിപാടി. ഇവർ ചില്ലറക്കാരാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കെ കരുണാകരൻ മോശക്കാരനായിരുന്നോ? കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായിരുന്ന കെ കരുണാകരന് ഇല്ലാത്ത ചാരക്കേസ് ഉണ്ടാക്കി അപമാനിച്ച് ഇവിടുന്ന് ഡൽഹിക്ക് നാട് കടത്തിയവരാണ് ഈ ഉമ്മൻചാണ്ടി. അദ്ദേഹം മാണിയോട് ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയതിന്റെ സ്ഥിതി എന്താകും? ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബൈബിൾ വേണമെങ്കിൽ ഞാൻ തരാം, ഇതൊക്കെ ഇടയ്ക്ക് വായിക്കണം നല്ലതാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ എന്തായാലും PC ജോർജ് വായിച്ചിട്ടുണ്ടാവും. PC ജോർജ് കേട്ടോ? ബൈബിൾ വായിച്ചിട്ടുണ്ട്, ഖുറാൻ വായിച്ചിട്ടുണ്ട്, ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്, ഇതെല്ലാം വായിക്കുന്നതാണ്. സമയമില്ല. ഇപ്പോ PC ജോർജ് സ്ഥിരീകരിക്കുകയാണ്. എന്താണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്? വില്ലാളി വീരനാണ്, സ്ഥാനം നിലനിർത്താൻ വേണ്ടി തന്നോട് കളിക്കുന്നവരെ മര്യാദ പഠിപ്പിക്കും എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസ് ആണ് ഈ ഗൂഢാലോചന നടത്തി മാണിയെ വീട്ടിലിരുത്തിയത് എന്നുള്ള കാര്യത്തിൽ അതിൽ എനിക്ക് നേരത്തെ സംശയമില്ല. PC ജോർജ് ടിവിയിൽ നേരിട്ട് പറഞ്ഞില്ലെന്നുള്ളൂ. PC ജോർജ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ബാലിയല്ല, ബാലിയേക്കാളും ബിരുദനാണ്. കാരണം ബാലിക്ക് എതിരാളിയുടെ പകുതി ശക്തിയെ കിട്ടുള്ളൂ. ഇപ്പൊ മാണി സാറിന് തീരെ ശക്തിയില്ലാതെ ഉമ്മൻചാണ്ടിയുടെ ശക്തി ഇരട്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു പരിണതി. പക്ഷേ അജയ് തറഹിൽ രാമായണം വായിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ബാലി അവസാനം എങ്ങനെയാണ് അന്തരിച്ചത്? സാക്ഷാൽ ഭഗവാൻ ശ്രീരാമൻ അദ്ദേഹത്തെ ഒളിയമ്പ് ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. ഇവിടെ ഒളിയമ്പ് ചെയ്യാനായിട്ടൊരാൾ പതുക്കി നിൽപ്പുണ്ട്, പൊക്കം കുറച്ചൊരാള്. ശ്രീരാമന്റെ പുനരവതാരമായിട്ടുള്ള ഒരു നേതാവ് കേരളത്തിലുണ്ടല്ലോ, ഇപ്പൊ അദ്ദേഹം ഹൈക്കമാൻഡിലാണ്. ബാലി ഉമ്മൻചാണ്ടിയും സുഗ്രീവൻ സുധീരനുമാണ്. ഒളിയമ്പ് ചെയ്യുന്ന റോളിലാണ് ആര്? മറ്റേ പുള്ളി. അപ്പൊ അജയൻ അത് അറിഞ്ഞിരിക്കണം കേട്ടോ. അജയ രാമായണം മുഴുവൻ വായിക്കണം, കുറച്ച് വായിച്ച് നിർത്തരുത്. എന്തൊക്കെയാണ് ശ്രീ അജയ് തറയിൽ PC ജോർജ് പറയുന്നത്? എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുന്നു താങ്കൾക്ക്? അല്ല, PC ജോർജ് ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ. അദ്ദേഹത്തിന് ഞങ്ങൾ ലോങ് റോപ്പ് കൊടുത്തിരിക്കുകയാണ്. ലോങ് റോപ്പ് ഏതറ്റം വരെയും പോകാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞുകൊള്ളട്ടെ.